ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു VR ഗെയിം പ്ലേ ആണ് ഗൈസ്. നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ കിട്ടുന്നില്ല, ഞാനൊന്ന് ക്ഷമിക്കുക ഗൈസ്. അതും തന്നെ നമ്മളൊരു പുതിയൊരു വീഡിയോ നിൽക്കണം. ഞാൻ അപ്പോൾ BRലാണെങ്കിൽ മാസ്റ്ററാണ്. അത് കാരണം 2vs2 ആണ് കളിക്കണേ. ഞാൻ 2v4 ഒന്നും കളിക്കില്ല. 2v4 കളിക്കുന്നത് ഭയങ്കര പണിയാണ് ഈ മാസ്റ്റർ ലോബിയിൽ. എല്ലാം നല്ല പ്ലേയേഴ്സ് വരെ, ഗ്രാൻഡിൻ്റെ പ്ലേയേഴ്സൊക്കെയാണ് മാസ്റ്റർ ലോബിയിൽ വരുന്നത്. അത് കാരണം സീനാണ്. മുകളിൽ എനിമികളൊന്നും കാണാനില്ല, അതാണ് സീൻ എന്ന് വെച്ചാൽ. എനിമീനൊന്നും ഇല്ല മുകളിൽ, അത് കാരണം ഇവിടെ എനിമി ഇല്ലാന്ന് വിചാരിക്കാം. ഉള്ളിൽ കയറി ഇവിടെ എന്തായാലും നോക്കാം, എനിമി വല്ലതും ഉണ്ടെങ്കിൽ അവരെ അടിച്ചിടാൻ. ഇവിടെ പുറത്തുനിന്ന് അധികം എനിമികളെന്താ പീക്കിലൊന്നും ഇറങ്ങണില്ലല്ലോ ഇപ്പോൾ. നമ്മുടെ ആണെങ്കിൽ റിവൈവ് ആവാൻ ടൈമൊക്കെ ഉണ്ട് ഇവിടെ. അത് ഗൈസ് ഞാൻ പുതിയതായിട്ട് കണ്ട. ഇപ്പോൾ പുതിയ അപ്ഡേഷനൊക്കെ വന്നില്ലേ ഗൈസ്, മെക്ക ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ അപ്ഡേഷൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ നാളെ അതിലാണെങ്കിൽ ബുയ്യടിച്ചാണെങ്കിൽ നമുക്ക് ഡ്രാഗനെ കൊല്ലാം, അതല്ലേ. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ പുതിയ അപ്ഡേഷൻ ആയ കാരണം ടോക്കൺ കളക്ട് ചെയ്യുമ്പോൾ ഗോൾഡും പിന്നെ എന്തോ വൈലറ്റും സാധനങ്ങളൊക്കെ വരും. അതാണ് ഇപ്പോഴത്തെ പുതിയ അപ്ഡേഷൻ കണ്ട ടോക്കൺമേ. ഇവിടെ നിന്ന് ഒരു എനിമീനും കാണാനില്ലേ ഗൈസ്. ഇവിടെ പുതിയ അപ്ഡേറ്റൊക്കെ വന്നത് എനിമീനെ ഗൈസ്. എനിമി ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായില്ലേ ഗൈസ്, അവൻ പെട്ടെന്ന് തല പൊളിച്ചു ഗൈസ്. ഞാൻ കണ്ടുകൂടിയില്ല ഇവനെ, അതാണ് ഗൈസ് ഞാൻ ചത്തപ്പോൾ. ഗൈസ് നമ്മുടെ ടീമേറ്റാണെങ്കിൽ നമ്മൾ നൈസായി പൊക്കി വിട്ടുക. അപ്പോൾ ടീമേറ്റ് ആണെങ്കിൽ അവിടെ ചത്തിട്ടുണ്ട് ഗൈസ്. അവിടെ ഒരുത്തൻ പറന്നിറങ്ങണം, അവൻ്റെ ടീമേറ്റ് എപ്പോഴേക്കും പൊക്കി വിട്ടിട്ടുണ്ട്. എൻ്റെ ടീമേറ്റ് പൊക്കിയിട്ട് ടീമേറ്റ് ചത്തുണ്ട് ഗൈസ് മാരകമായിട്ട്. അപ്പോൾ ഇത് അവൻ്റെ ടീമേറ്റ് അവിടെ വണ്ടി എടുത്ത് വരുന്നുണ്ട് ഗൈസ്. ഇവന് കുറച്ച് ഡാമേജ് കൊടുത്തു, എന്നിട്ട് അവൻ വീണില്ല. പിന്നെ വിചാരിച്ചു ഗൈസ് റഷ് ആക്കണ്ടെന്ന്. ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് ഇതേ ഗൈസ് പിന്നിൽ കണ്ട കാരണം ടീമേറ്റിൻ്റെ തലടിച്ച് പൊട്ടിച്ചു ഗൈസ്. അപ്പോൾ അവൻ ഓടി വരിക അവൻ്റെ ടീമേറ്റിനെ ആരെ തൊട്ടേന്ന് ചോദിച്ചിട്ട്. ഓഫ് ഗൈസ് കണ്ട ഗൈസ്, ഒരു HP രക്ഷപ്പെട്ടെ. ഇതൊക്കെ നോക്കി ഗൈസ്, ഒരു HP രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ല ഗൈസ്. ഒറ്റടി ഒന്നെങ്കിൽ ഇപ്പോൾ പടായനെ. അപ്പോൾ ഗൈസ് ഇനി ഈ ഗോൾഡിൻ്റെ പവർ എന്ന് വെച്ചാൽ നൈസായിട്ട് നമുക്ക് EP ഉണ്ടെങ്കിൽ അത് HP ആക്കി തരുമെന്നാണ് തോന്നുന്നത്. പിന്നെ വൈലറ്റിൻ്റെ ആണെങ്കിൽ നമുക്ക് ARMOയുടെ ഗണ്ണ് വെച്ചടിക്കുമ്പോൾ 10% ഇൻക്രീസ് ആവുന്ന തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഞാൻ മറ്റേ ആരോ എന്ന് പറഞ്ഞ ക്യാരക്ടറില്ലേ ഗൈസ്, അതൊന്ന് ഇട്ട് നോക്കി. അപ്പോൾ ഇവിടെ ഇനി മീനൊന്നും കാണാനില്ല കേട്ടോ. ഞാൻ അവിടെ വന്നിട്ട് പയ്യെ ലൂട്ടടിക്കുകയാണ് ഗൈസ്. ഇവിടെ വല്ല ഇതുണ്ടോയെന്ന് നോക്കാൻ, ലൂട്ടുണ്ടോയെന്ന് നോക്കാൻ. പക്ഷെ ഇവിടെ ലൂട്ടൊന്നുമില്ല, എനിമികൾ ലൂട്ടടിച്ച് പോയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇവിടുന്ന് മെഡ് അടിച്ച് ടീമേറ്റിനെ ഇങ്ങനെ പൊക്കാൻ നോക്കട്ടെ. ടീമേറ്റിന് പൊക്കിയില്ലെങ്കിൽ വല്ല എനിമിക്ക് പെട്ടെന്ന് വരികയാണെങ്കിൽ കണ്ട ഗൈസ് ലോഞ്ചർ വെച്ചിട്ടാണെങ്കിൽ അവന്മാർ പറന്നു പോയിട്ടുണ്ട്. ഇതേ ഗൈസ് എനിമി അവിടെ നിന്ന് വരുന്നത്. നമ്മൾ ക്രോൺ ഇട്ടിട്ട് നൈസായി പോയിട്ട് ടീമേറ്റിനെ പൊക്കട്ടെ. എന്നിട്ട് നോക്കാം ഗൈസ് ഒരു സൂപ്പർ മെഡ് മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ മെഡില്ലാണ്ട് തീരണ്ടാവും. ഗൈസ് ഒരുത്തി ഓടി വരുന്നത്. ഓ ഇതെങ്ങനെയാണ് ഗൈസ് ഇങ്ങനെ പിന്നിക്ക് പെട്ടെന്ന് തന്നെ വരിക. ഇവന്മാർക്കും ഭയങ്കര സപ്പോർട്ട് ചെയ്ത് കളിക്കണം, അല്ലെങ്കിൽ ഈ സ്കോഡ് ഇപ്പം എടുവോ വൈപ്പായി ഞാൻ ഗൈസ്. പക്ഷേ ഇപ്പം എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ. ഇത് നമ്മളിങ്ങനെ ചത്തി കളിക്കുകയാണ്. മാസ്റ്റർ ലോബി ആയിരുന്നു ഗൈസ്. പെട്ടെന്ന് ഇനിമി വന്ന് കൊല്ലാണ്. കില്ലില്ലെങ്കിൽ മാസ്റ്റർ ലോബിന് ഭയങ്കര മൈനസ് ആയിരിക്കും. പിന്നെ അത് വേറെ കാര്യം. ഗൈസ് നമ്മുടെ ടീമേറ്റ് ടോക്കൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. ഗൈസ് നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ നൈസായി പൊക്കിയിട്ടുണ്ട്. ടീമേറ്റിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു അർസംഖ്യ ഉണ്ട്, അത് തുറന്നിട്ട് പോയിട്ട് നല്ല ലൂട്ട് എടുക്കാം ഗൈസ്. അല്ലെങ്കിൽ പിന്നെ അതേ ഗൈസ് ഒരു ഇനിമി ഇറങ്ങിയിട്ടില്ല അവിടെ. ആ ടൈമിലാണെങ്കിൽ നെറ്റും പോവാണ്, അതാണ് പ്രശ്നം. അവൻ അർസം തുറക്കാനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവനടിക്കാൻ പറ്റുമോ നോക്കട്ടെ, അടിക്കാൻ പറ്റിയില്ല. എന്തായാലും ഓടാൻ നോക്കാം. ഇത് ഞാൻ വിചാരിച്ചു അവർ രണ്ടാമത്തെ ടീമേറ്റ് അവിടെ ഉണ്ട് തോന്നുന്നുണ്ട്. ബ്ലൂ ആൾട്ടോ ഒയ്യോ എന്താ അവന്മാർക്ക് അടിക്കണേ. ബ്ലൂ ആൾട്ടോ ഓടാ അതിന് നടക്കും. പക്ഷേ ഗൈസ് കണ്ട ഇതാണ് നടക്കണേ. ഞാൻ മെയിനായിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കളിക്കുമ്പോൾ ഇനിമി ഒന്ന് പെട്ടെന്ന് അടിച്ചിടും, പിന്നെ ചാവും. അങ്ങനെ പുഷ് ചെയ്ത് രണ്ടുപേരും വെച്ച് ഇങ്ങനെ വലിഞ്ഞ് കളിച്ചാലാണ് മാസ്റ്റർ അടിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പ്രശ്നമാവും ഗൈസ്. നമ്മുടെ ടീമേറ്റിനെങ്കിലും പൊക്കാൻ നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ ഗാർഡിയൻ ഏഞ്ചലായിട്ടുണ്ട്. നമ്മളെ പൊക്കി വിട്ട് ഗൈസ് ഞാൻ ഈ ഡ്രോപ്പിൽ വിട്ട നൈസായിട്ട്. ഡ്രോപ്പിക്ക് ലൂട്ടി കഴിഞ്ഞ് എനിമികളൊക്കെ ലൂട്ടിയിട്ട് പറന്നിറങ്ങണ കുറേ പേര് ഗൈസ്. നല്ല മുട്ടൻ ഫൈറ്റാന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ഒരാൾ ചത്തു. ഞാൻ അടിയേക്ക് നോക്കട്ടെ ഗൈസ്. ഇവിടെ ഫൈറ്റിങ് കഴിഞ്ഞു. അവൻ്റെ 2 ടീമേറ്റ് ഉണ്ട്. ഇവന്മാർ പോട്ടെ.
ഇവനെ എന്തായാലും അടിക്കാൻ പറ്റും. എന്താ ഉസിയിട്ട് അടിക്കുക കണ്ട് കഴിഞ്ഞാൽ എത്ര അടി കുടിച്ചിട്ട് അവൻ ചാവണില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അവൻ്റെ ടീമേറ്റ് പൊട്ടനായ കാരണം അവൻ വന്നില്ല. അവൻ അടിയിൽ നിന്ന് എന്ത് ഫൈറ്റ് എടുക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും ഹീലാക്കാൻ നോക്കാം, അല്ലാണ്ട് അവനടിക്കാൻ പറ്റുന്നത് പാടാ. ഇവിടുന്ന് ഒരു എക്സ്മേറ്റ് എടുക്കട്ടെ ഗൈസ്. ഒരു എക്സ്മേറ്റും MP40 എടുക്കാൻ നോക്കാം. അതാകുമ്പോൾ അതാണ് നല്ല കണ്ട്. അത് തന്നെ ഗൈസ് നമ്മൾ അവനെ പെട്ടെന്ന് പോയി അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. സൈഡിൽ കൂടെ കയറി അവൻ ടീമേറ്റിന് ഓടാലോ. എന്തായാലും ഈ ഹെഡ് കയറിയില്ലേ എക്സ്മേറ്റ് വെച്ച്. അതൊന്നും കുഴപ്പമില്ല. നമ്മളെന്തായാലും റഷ് ചെയ്ത് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. പെട്ടെന്ന് ഓടുന്ന സ്പീഡൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കട്ടെ ഗൈസ്. അവിടെ പൊക്കുണ്ട്, നല്ല അടിയാണ് നടക്കണത്. ഞാൻ കയറിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട അടിയിൽ. യോ ഗൈസ്, ഇവനാണെങ്കിൽ എന്താ അടി അടിക്കണേ. ഷേ ഗൈസ്, ചത്തു ഗൈസ്. നമ്മളാണെങ്കിൽ ചത്തിയത്തെ എപ്പോഴും കളിച്ചോണ്ടിരിക്കണേ. ഈ മാസ്റ്റർ ലോബിലൊന്നും പിടിച്ചിരിക്കുന്നത് ഗൈസ് ഭയങ്കര പാടുള്ള കാര്യമാണ്. അത് തന്നെയാണ് ഗൈസ് ഞാൻ ചാവണേ. നിങ്ങൾ വിചാരിക്കും ഞാൻ നൂബയെ കളിക്കാൻ പറ്റാത്ത ചാവണം ഗൈസ്. മാസ്റ്റർ ലോബിൽ ഇങ്ങനെ പിടിച്ചിരിക്കാൻ ഭയങ്കര പാടാണ്. അതാണ് ഗൈസ്. എന്നാ അല്ലെങ്കിലും ചാവും, ഹീറോയ്ക്കിലായാലും ചാവില്ല ഗൈസ് ആരായാലും. ഗൈസ് നമ്മുടെ ടീമേറ്റിനാണെങ്കിൽ വീണ്ടും പൊക്കിയിട്ടുണ്ട്. ടീമേറ്റിൻ്റെയിലാണെങ്കിൽ ആർസണൽ കീ ഉണ്ട് ഗൈസ്. നമുക്കാണെങ്കിൽ അത് വീണ്ടും ഒന്ന് തുറക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ടീമേറ്റിനെ വിളിച്ച് നോക്കുന്നുണ്ട്. ടീമേറ്റ് പറഞ്ഞു അപ്പുറത്ത് തുറക്കാന്ന് ഗൈസ്. അപ്പുറത്തെ അതേ എനിമി ഇറങ്ങിയിട്ടില്ല. അവൻ എന്നെയാണ് അടിക്കുന്നത്. ഞാൻ എന്തെങ്കിലും അർസൻ്റെ കവർ എടുക്കട്ടെ. ടീമേറ്റ് ആണെങ്കിൽ അപ്പുറത്തെ അർസൻ തുറക്കാമെന്ന് പറഞ്ഞേ. അപ്പോൾ എന്തായാലും അവിടെ ഓട്ടോ എടുക്കുന്നുണ്ട് ഗൈസ്. ആ ഓട്ടോ എടുത്ത് പോകാൻ നോക്കാം. 15 ലൈവ് ഗൈസ്. നമുക്കാണെങ്കിൽ 3 കില്ലും. പിന്നെ കുഴപ്പമില്ല ഗൈസ്. നമുക്കെന്തായാലും വണ്ടി എടുത്ത് എനിമി അർസനിൽ കൂട്ടാൻ പോകും ഗൈസ്. ടീമേറ്റിനും കൂട്ടട്ടെ. ടീമേറ്റിന് അടിക്കും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. എവിടെ നിന്നും അടി കിട്ടി. സ്നൈപ്പർ വെച്ചാൽ തോന്നുന്നു അവനെ ടീമേറ്റിന് അടിച്ചേ. അപ്പോൾ എന്തായാലും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമുക്കെന്തായാലും അർസൻ തുറക്കട്ടെ ഗൈസ്. ഒരു സെറ്റ് ലൂട്ടില്ല. ഇതിലാണെങ്കിൽ നല്ല ലൂട്ടുണ്ടെന്ന് തോന്നണേ. ടീമേറ്റ് പെട്ടെന്ന് തുറന്നുണ്ട് ഗൈസ്. അർസൻ ഞാൻ ലെവൽ 4 വെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. ലെവൽ 4 വെസ്റ്റ് ഹെൽമെറ്റാണ് ഇങ്ങനെ എന്താ പറയുക കളിക്കുമ്പോൾ ഏറ്റവും ആവശ്യം. വെസ്റ്റ് ഹെൽമെറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ വന്ന് ഓട്ടോയിൽ കയറിയിട്ട് ഗൈസ്. അവിടെ മോൺസ്റ്ററൊക്കെ ഇല്ലേ, അതെടുക്കാൻ പോവാണ് ഗൈസ്. അന്ന് എടുത്ത് നോക്കട്ടെ. ആ മോൺസ്റ്ററൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഒരു ഉപയോഗമുണ്ട്. ഒറ്റ ഇടിയിൽ എനിമീസ് ആവും. 200 ഡാമേജ് കിട്ടും എനിമിക്ക്. അതാണ് മോൺസ്റ്ററൊക്കെ ഗൈസ് പ്രത്യേകത. ഈ പെട്ടിയിൽ ഗൈസ് നല്ല ലൂട്ടുണ്ടല്ലോ. ഇതേ കണ്ട അവിടെ നേരെ ലൂട്ട് അടിക്കുന്നുണ്ട്. ഞാൻ അത് പക്ഷേ കണ്ടില്ലല്ലോ ഗൈസ്. AW അടിക്കി എടുത്തിട്ടുണ്ട് ഞാൻ. AW എത്തുകൊണ്ട് ഞാൻ സീനാണ് ഗൈസ്, അറിയില്ല ഗൈസ്. അവന്മാർ എങ്ങനെയെങ്കിലും ആ മലമണ്ടയിൽ നിന്ന് ഇടിക്കാൻ നോക്കട്ടെ. ഇതേ ഗൈസ് അവനെ 218 ഡാമേജ് കൊടുത്തിട്ടുണ്ട് ഇടിച്ചിട്ട്. അവൻ നോക്കായില്ലോ. ഇതേ ഗൈസ് നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ സോണിൽ പെട്ട് നോക്കായതാന്ന് തോന്നിട്ട് അടിച്ചിടിയിലും. അപ്പോൾ ടീമേറ്റ് രണ്ടിടത്തിനും വൈപ്പ് അയക്കുന്നുണ്ട്. അടിയിൽ ഗൈസ് നോക്കൊക്കെ നമ്മളുടെ AW പെട്ടെന്ന് അടിച്ച്. പിന്നെ ഇതുണ്ട് റാഫേലും ഉണ്ട് ഗൈസ്. അത് തന്നെ പ്രശ്നമില്ല. സ്നൈപ്പർ വെച്ച് നന്നായിട്ട് കളിക്കാനും പറ്റും. അപ്പോൾ എന്താ ഗൈസ് അവിടെയായിട്ട് ഞാൻ എനിമീനിക്ക് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ എനിമീനൊന്നും കിട്ടണില്ല എനിക്ക്. മോൺസ്റ്ററൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ അതെടുക്കാൻ പറ്റില്ല. ഈ എനിമികൾക്കൊക്കെ അടി കൊടുക്കുമ്പോൾ ഡാമേജ് ഒന്നും കയറില്ല ഗൈസ്. അതാണ് പണി എന്ന് വെച്ചാൽ ഡാമേജ് അധികം കിട്ടില്ല എനിമീസിനൊന്നും. അവന് കണ്ട അവന് വെസ്റ്റില്ലാത്ത കാരണം തോന്നുന്നു അത്ര അടി കിട്ടി. പിന്നെ എൻ്റെ സ്കിന്നിനും ഡാമേജ് കുറച്ചുള്ളത് കാരണം സെറ്റാവും. പിന്നെ റാഫേലുള്ള കാരണം ഗൈസ് പെട്ടെന്ന് എനിമീസിക്കും ചാവും. പിന്നെ വെടിവെക്കൊന്നും കേൾക്കാത്ത കാരണം അത് നന്നായി. അപ്പോൾ അവൻ അടിക്കാൻ പറ്റും നോക്കിയപ്പോൾ അവൻ പോയി. ഇതേ മോൺസ്റ്ററൊക്കെ വെറുതെ ഉരുണ്ടിരിക്കും പോകുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പെർമനൻറ്റ് കവർ എടുക്കാൻ വിചാരിച്ചു നിന്നപ്പോൾ മോൺസ്റ്ററൊക്കെ ആണെങ്കിൽ ഉരുണ്ട് അടിക്ക് പോകണം. ഞാൻ ഇതിൻ്റെ കൂടെ അടിക്ക് പോകണം. മോൺസ്റ്ററൊക്കെ മറിഞ്ഞിരിക്കും പോയി. ഇപ്പം എന്തായാലും പിന്നെ ടീമേറ്റിനെ അടിക്കണ്ടല്ലോ. ടീമേറ്റിന് ഞാൻ തോന്നുന്നുണ്ട് ഗൈസ്. അപ്പം എന്തായാലും ഞാൻ എനിമീസിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പിൽ നിന്നൊക്കെ അടിക്കുന്നുണ്ട്. ടീമേറ്റ് ചത്തുണ്ട്. അല്ല ടീമേറ്റ് വീണു ഗൈസ്. ഞാൻ അവൻ്റെ തല ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതൊക്കെ അടിയിട്ടാണെങ്കിൽ പടാവും. പൊക്കാൻ നോക്കാം ഗൈസ് ടീമേറ്റിനെ. അല്ലെങ്കിൽ ഞാൻ കണ്ട റഷാക്കണേ. അതാണ് എൻ്റെ അവസരം. ഞാൻ കണ്ട ഗൈസ് അവനെ ഷോ ഇറക്കി അവൻ്റെ മുമ്പിൽ കണ്ട. ഇതാണ് ഗൈസ് ഷോ എന്ന് പറഞ്ഞാൽ ഈ മോട്ടൊക്കെ അടിച്ച് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഗൈസ്. ലെവൽ 4 എക്സ്ട്രാ ഉള്ള കാരണം മാത്രം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചത്തനെ. മെഡൊക്കെ അടിച്ചിട്ട് ടീമേറ്റ് നൈസായി പൊക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അല്ലെങ്കിൽ പിന്നെ തീരും.
അപ്പോൾ ടീമേറ്റ് നൈസായി പൊക്കിയുണ്ട്. ഇനിയുള്ളത് 2 ഡുവോ അല്ല ഗൈസ്, സോളോയാണ്. സോളോ പീസ് കണ്ടിട്ടുണ്ടെന്നും അത് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കാണെങ്കിൽ കില്ല് അത്യാവശ്യം അവന്മാരും കൂടി അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കില്ലാവും. 2 കില്ല് കിട്ടും അവന്മാർ 2 എണ്ണത്തിന് അടിക്കുകയാണെങ്കിൽ. അവർ സോളോ പീസാണെങ്കിൽ പിന്നെ അവന്മാർ 2 എണ്ണം അടി കൂടി ചത്തിട്ട് നമ്മൾ അടിക്കാൻ നിൽക്കും. അപ്പോൾ നോക്കട്ടെ, ഡ്രോണൊക്കെ ഉണ്ട് കല്ലിൻ്റെ പിന്നിൽ. അവളല്ല ഗൈസ് എൻ്റെ നേരത്തെ ഗ്രേവ് യാർഡിൽ നിന്ന് അടിച്ച്, അതും അവളുടെ ടീമേറ്റും കൂടി. അപ്പോൾ എന്തായാലും അവളെ തീർക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട് ഗൈസ്. ഗ്രനേഡിക്കും വലിച്ചു വരെ അറിയാം. ഗൈസ് 150 കൊടുക്കാൻ വിചാരിച്ചു. അവളെ വേറൊരു എനിമി M124 X വെച്ചിട്ട് കൊന്നു. അവൻ അടിയിലാണ് ഗൈസ്, ഇത് കണ്ട. അപ്പോൾ എന്തായാലും അവനെ കയറി അടിച്ചിട്ട് കളി നൈസായിട്ട് പോയി അടിക്കാൻ വിചാരിച്ചു. ഇപ്പം എന്തായാലും റഷാക്കാം ഗൈസ്. ഇനി അവനെ ഹെഡൊന്നും കയറുന്നില്ലല്ലോ ഇങ്ങനെ. പെട്ടെന്ന് പോയി അടിച്ചിട്ടൊരു കളി ഗൈസ് നമ്മൾ പോയി അടിച്ചു. ഗൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്.